EVM അഥവാ വോട്ടിംഗ് മെഷീൻ അതൊരു ചർച്ച തന്നെയാണ് രാജ്യത്ത്. മനുഷ്യനിർമ്മിതമായ ഒരു ഉപകരണം ബാലറ്റ് പേപ്പറിനെ പോലെ വിശ്വസനീയവും സുതാര്യവുമല്ല എന്ന് പ്രമുഖർ തന്നെ വിളിച്ചു പറയുകയും സമരം ആരംഭിക്കുകയും ഒക്കെ ചെയ്തതോടെ അത് ഹാക്ക് ചെയ്യപ്പെടാമെന്നൊരാശങ്ക രാജ്യത്തെ ജനങ്ങൾക്ക് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഇനി വരികയാണെങ്കിൽ അത് ഒഴിവാക്കുമെന്നാണ് അഖിലേഷ് യാദവ് അറിയിച്ചിരിക്കുന്നത്. വോട്ടിംഗ് യന്ത്രത്തിനെതിരായ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നറിയിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നും ആ അധികാരത്തിൽ വന്നതിന് ശേഷം വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. തട്ടിപ്പ് നടക്കുന്നു എന്ന് സംശയിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ദീർഘമായ ഒന്നാണെന്നും അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത്. UP-യിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രതീക്ഷകളിൽ നിന്നാണ് അഖിലേഷ് യാദവ് ഈ കാര്യം ഉറപ്പിക്കുന്നത്. അത് ഒഴിവാക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ അദ്ദേഹം പല ഉദാഹരണങ്ങൾ നിരത്തിയാണ് പറയുന്നത്. അതായത് സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ വലിയ പുരോഗതി കൈവരിച്ചിരിക്കുന്ന ജർമ്മനിയിൽ പോലും വോട്ടിംഗ് യന്ത്രങ്ങളുടെ ഉപയോഗം ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ US ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നില്ല എന്നും അഖിലേഷ് യാദവ് പറയുമ്പോൾ ഇന്ത്യയിലും അത് വേണ്ട എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തന്നെ BJPയെ പരാജയപ്പെടുത്തുമെന്നും അധികാരത്തിലെത്തിയ ഉടൻ വോട്ടിംഗ് യന്ത്രങ്ങൾ ഈ രാജ്യത്തു നിന്ന് ഒഴിവാക്കുമെന്നും അഖിലേഷ് യാദവ് രാജ്യത്തിന് വാക്ക് നൽകിയിരിക്കുകയാണ്. ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും പരാജയപ്പെട്ട BJP ഈ രാജ്യത്തിൽ 3ാം തവണയും അധികാരത്തിൽ എത്തുമെന്ന വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ പലരും EVMനെയാണ് കുറ്റം പറയുന്നത്. എന്നാൽ അത് ശാസ്ത്രീയപരമായോ നിയമപരമായോ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അത് തെളിയിക്കാൻ പോകുന്നുമില്ല. എങ്കിലും നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ അതിനായി ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു വരണമെന്നുള്ളൊരു അഭിപ്രായം അത് രാജ്യത്തെമ്പാടുമുണ്ട്. അത് പരിഗണിക്കുമെന്നും അതിനാൽ EVM ഒഴിവാക്കുമെന്നുമാണ് ഇന്ത്യ മുന്നണി പറയുന്നത്. ഏതായാലും EVMൽ മത്സരിച്ചു തന്നെ അധികാരം പിടിക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഇന്ത്യ ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളത് അഖിലേഷിൻ്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്.